ഞാനിതാ വൈകുന്നേരം മുതലുള്ള കുറച്ച് വിശേഷങ്ങളായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മൾ ആദ്യം തന്നെ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരി, ഒരു ഗ്ലാസ് ചാക്കരി, ഒരു ഗ്ലാസ് ഉഴുന്ന്, ഈ ഒരു രീതിയിലാണ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ ഇത്തിരി ഉലുവയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഞാൻ വൈകുന്നേരം ഒക്കെ കഴിഞ്ഞ് അരച്ച് വയ്ക്കുന്ന പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് രാവിലെ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഇത് റെഡി ആവണം കേട്ടോ. അപ്പോൾ അത് ഇഡ്ഡലി തട്ടിൽ ഞാൻ കുറച്ച് മാവ് വെളിച്ചെണ്ണയൊക്കെ തേച്ചതിന് ശേഷമാണ് ഞാൻ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ദേവന് വീട്ടിലിരുന്ന് പഠിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ. ഇന്നത് അപ്പൂസ് 5:30 ആയപ്പോഴേക്ക് എണീറ്റ് വന്നിട്ടുണ്ടേ. രാവിലെ 5:30 ആൾ എണീറ്റ് വന്നു. അപ്പോൾ കളിക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ തൊപ്പിയൊക്കെ ഇട്ടിട്ട് അകത്ത് ഇരുന്നിട്ടാണ് ആൾ കളിക്കുന്നത് കേട്ടോ. പിന്നെ ഇതേ ഒരു 8 മണി 8:05 ആയപ്പോൾ ഞങ്ങൾ ഇതേ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പൂസിനെ സ്കൂളിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാനും അപ്പൂസും മനയും കൂടെ അങ്ങനെ സ്കൂളിലേക്കൊക്കെ പോയിട്ടോ. പിന്നെ അപ്പൂസിന് ഇപ്പോൾ പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലീനിങ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവനെ കൊണ്ടാക്കി വന്നതിന് ശേഷം വേഗം ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം തന്നെ റൂമൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ എന്നിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഭക്ഷണം ഉണ്ടാക്കാനൊന്നുമില്ല, കറി മാത്രമേ പിന്നെ ഉണ്ടാക്കാനുള്ളൂ കേട്ടോ. വേഗം റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അപ്പൂസിൻ്റെ ബാസ്ക്കറ്റിലുള്ള ഡ്രസ്സുകളൊക്കെ അടുക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. എന്നും ഇങ്ങനെ എടുത്തു പോണതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. പിന്നെ അങ്ങനെ വൈകുന്നേരം എനിക്ക് ഇഡ്ഡലിയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഇഡ്ഡലിയും ചട്ടണിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് സാമ്പാർ ഉണ്ടാക്കിയതും കൂട്ടി ഞാൻ വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ഡലിയാണ്. പിന്നെ അത് കറ്റാർ വാഴയൊക്കെ ഇടിഞ്ഞ് മട്ടൽ വീണിട്ട് കേട് വന്നിരിക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ എനിക്ക് ഇതേ മനു ഒന്ന് തുടച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനൊന്ന് അടിച്ചു വാരി തുടച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ചായ കുടിച്ചതിന് ശേഷം അവൻ വേഗം എനിക്ക് അടിച്ചു വാരി തുടച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവൻ കുളിച്ചിട്ട് വരിക കേട്ടോ. അപ്പോൾ അതും അവിടെ മാറി നിന്നു. പിന്നെ കുറച്ച് ഇഡ്ഡലിയുടെ മാവ് ബാക്കി ഉണ്ടായിരുന്നത് എടുത്തിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. 2 ദോശ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് അവർക്ക് 2 പേർക്കും കൊടുത്തു. പിന്നെ അതേ തുണിയൊക്കെ ഒന്ന് എടുത്ത് വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വേഗം പണികളൊക്കെ തീർത്തിട്ട് വേണം മേലെഴുകാനൊക്കെ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് പണികളൊക്കെ തീർക്കണം. പിന്നെ ഉപ്പേരിക്ക് 2 വഴുതനങ്ങയും കൂടെ എടുത്ത് ഉപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗോതമ്പ് പൊടിയൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മൾ പണികളൊക്കെ ഒന്ന് തീർത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ, സീ യു.